മിനു മുനീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തത്സമയം തന്നെ നമുക്ക് മിനു മുനീറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കാം. ഗുഡ് മോർണിംഗ് മിനു മുനീർ. ഗുഡ് മോർണിംഗ്. മിനു, 2013 നടന്നൊരു സംഭവമാണ്. 2024 11 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 11 വർഷത്തിനു ശേഷം അത് വീണ്ടും പറയാൻ എന്താണ് കാരണമായത് മിനു? അത് ഹേമ കമ്മിറ്റി ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു നമുക്ക് നമ്മുടെ മിനിസ്റ്റർ വരെ ഇതിൽ ഇടപെട്ട് തീർച്ചയായിട്ടും ആരൊക്കെ നിങ്ങളടുത്ത് റോങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കം ഫോർവേഡ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് എനിക്കിത് പറയാനായിട്ട് ഇത് ഇവിടെ അറിയിക്കണം തോന്നി. ഈ 2013 എന്ന് വെച്ചാൽ ഞാൻ അത് ഒരു ചാനലിൽ പറഞ്ഞു, ചാനലല്ല ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു കലാകൗമുദി, കേരള കൗമുദിയിൽ. അപ്പൊ അതിലൊരു ആർട്ടിക്കിൾ വന്നിരുന്നു, അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു ചെന്നൈയിലേക്ക് പോയി എന്നുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ എല്ലാ കാര്യങ്ങളും അന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ഞാൻ 2008, 2009 ആ പീരീഡിൽ ഇങ്ങോട്ട് നോക്കിയ ബാലേന്ദ്രമേനോന്റെ സിനിമയിലോട്ടാണ് ഞാൻ ആദ്യം വന്നത്. അവിടെ വെച്ചാണ് എനിക്ക് ആദ്യത്തെ വില്ലൻ ജയസൂര്യ തന്നെയാണ്. അവിടെ വെച്ചാണ് എനിക്കൊരു ആദ്യത്തെ സിനിമ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയാണ് ബാലേന്ദ്രമേനോന്റെ. ആ സിനിമയിൽ തന്നെ ലൊക്കേഷനിൽ തന്നെ ദുരനുഭവം ഉണ്ടായി, സെക്രട്ടേറിയറ്റിൽ വെച്ച് നേരത്തെ വിവരിച്ച സംഭവം അല്ലേ? അതെ സെക്രട്ടേറിയറ്റിൽ വെച്ച്. അതെ ആ സമയത്ത് എങ്ങനെയാണ് മിനു പ്രതികരിച്ചത്? അപ്രതീക്ഷിതമായിട്ടായിരുന്നോ ഈ നടന്റെ വരവ്? അതെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതൊക്കെ താഴെ ഇട്ടുണ്ട്. നിങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത്തേക്കും എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക, ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ താഴെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും താഴെ ഇരിപ്പുണ്ടായിരുന്നു, നെടുമുടി വേണുചേട്ടനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. ബിക്കോസ് ഈ ജഗദീഷ് ചേട്ടൻ വെച്ചാൽ ഹീസ് വെരി ജെന്യൂൻ ആൻഡ് വെരി ഡീസന്റ് പേഴ്സൺ ആൻഡ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ ഓടി പുറകെ പെട്ടെന്ന് ഓടി വന്നിച്ച് പറഞ്ഞു, മിനു ഐ വാണ്ട് ടു ടെൽ യു, ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്തുണ്ടാവും. മിനു ഈ വിവരം മറ്റാരോടെങ്കിലും ആ സമയത്ത് പറഞ്ഞിരുന്നോ മിനു, ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം? ആ സമയത്ത് അതിപ്പോ ആ പുള്ളിക്കാരൻ പിന്നെ ഞാൻ ഒന്നാമത്തെ ലൊക്കേഷൻ എല്ലാവരുടെയും കൂടെ ഇരിക്കുകയാണ്. ഞാൻ എന്റെ ആദ്യത്തെ സിനിമയും കൂടെയാണ്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, ഇത് എന്താ സംഭവം, ഇങ്ങനെയാണോ സിനിമ, അങ്ങനെയൊക്കെ ഞാൻ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വളരെ ബിസി ആയിരിക്കുമല്ലോ ആ സമയത്ത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടോട്ട് പോകുന്നുണ്ട്. എനിക്ക് ആരോടും അങ്ങനെ കൂടുതലും ഒട്ടും പറഞ്ഞു വീട്ടിൽ പറഞ്ഞ പിന്നെ വിടത്തില്ലല്ലോ. വീട്ടിൽ പറഞ്ഞില്ല, പറഞ്ഞ പിന്നെ വിടത്തില്ലല്ലോ. ഒരു നിമിഷം മിനു, തത്സമയം തുടരണം. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ തത്സമയം പ്രതികരിക്കുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. നമ്മുടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് വേണ്ടി മന്ത്രി എന്നതിന് ഞാനും നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമവകുപ്പ് മന്ത്രി നടത്തേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ആ വിശദീകരണത്തിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. നേരത്തെ വിശദീകരിച്ചു, പുതുതായിട്ടൊന്നും പറയാനില്ല. നമുക്ക് മിനുവിലേക്ക് തിരിച്ചു പോകാം. മിനു, 2013 ഈ സംഭവത്തിനു ശേഷം പിന്നീട് ജയസൂര്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വേറെ 2-3 സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു, അന്നൊന്നും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ പല സിനിമകളും പുള്ളിക്കാരനായിട്ട് അത് കട്ട് ചെയ്തു, പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞു പല സിനിമകളും. അതായത് മിനു വേണ്ട എന്ന് മിനുവിന്റെ അവസരം ജയസൂര്യ നഷ്ടപ്പെടുത്തി എന്നാണ്. അതെ നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ അമ്മ എന്ന അസോസിയേഷനിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 3 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഒരു നിമിഷം മിനു, എന്റെ ഒരു സംശയം, അപ്പോഴൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായപ്പോ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായ കാര്യം അപ്പോഴൊന്നും മിനു തുറന്നു പറഞ്ഞില്ല 2013 വരെയും അല്ലേ? ഇല്ല പറഞ്ഞില്ല, പറയാനൊരു അവസരം കിട്ടില്ല. ആരോട് പറയുന്നുള്ള ഒരു ഭീതിയായിരുന്നു, ആരോടും പറഞ്ഞിട്ടില്ല.
പിന്നെ 2013 കലാകൗമുദി മീഡിയയിൽ, കാരണം ഇത് വളരെ അസഹനീയമായിട്ട് തോന്നിയപ്പോ പലയിടത്തുനിന്നും എനിക്ക് ഇതുണ്ടായപ്പോൾ പിന്നെ ഇത് എങ്ങനെയെങ്കിലും പൊതുജനം അറിയണം, ജനങ്ങൾ അറിയണം എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കേരള കൗമുദിക്ക് ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. രണ്ട് ആരോപണങ്ങളാണ്. ഒന്ന്, താങ്കളുടെ അപമര്യാദയായി നടൻ പെരുമാറി. രണ്ടാമത്തത്, താങ്കളുടെ അവസരങ്ങൾ കട്ട് ചെയ്തു എന്നുള്ള ആരോപണമാണ് താങ്കൾ ലൈവിൽ തന്നെ പറയുന്നത്. അതെ അതെ അതെ. ഓക്കെ, അതിനുശേഷം ഇനി AMMയിലേക്ക് വന്നാൽ, താങ്കൾ 2013 ആകുമ്പോഴേക്ക് 2-3 സിനിമകളിൽ അഭിനയിച്ചിരുന്നു അല്ലേ? അന്നേരം 6 സിനിമ കഴിഞ്ഞായിരുന്നു. ഓക്കെ, ഏതൊക്കെ സിനിമകളാണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ മിനു? അതെ, ദേ ഇങ്ങോട്ട് നോക്കിയേ, വൺ വേ ടിക്കറ്റ്, കലണ്ടർ, നാടകമേലോകം, നല്ല പാട്ടുകാര്, ഏപ്രിൽ ഫൂള്, ആയുധം, പിന്നെന്താ ഓർക്കുന്നുള്ളൂ. ഇത്രയും സിനിമകൾ അഭിനയിച്ചു. അപ്പൊ സ്വാഭാവികമായി AMMയുടെ അംഗത്വത്തിന് താങ്കൾക്ക് കഴിയും. 3 സിനിമകളിൽ അഭിനയിച്ചാൽ AMMയ്ക്ക് അംഗത്വം നൽകാം, അതാണല്ലോ ചട്ടം. അതെ. അപ്പൊ താങ്കൾ AMMയുടെ സംഘടനാംഗത്വത്തിന് വേണ്ടി ആരെയാണ് സമീപിക്കുന്നത് ബിനു? ഇടവേള ബാബുവിനെ. ഓക്കെ, ഫോൺ വിളിക്കുകയായിരുന്നോ, നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു, ഫ്ളാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ളാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ളാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു. മിനു ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്തു തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോണ്ട് തന്നെ, ഞാൻ ഇരുന്നില്ലായിരുന്നു, ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു. ഇടവേള ബാബു. ഇടവേള ബാബു. ഓക്കെ, അതിനുശേഷം മറ്റു ആക്രമണമൊന്നും ഉണ്ടായില്ല? അവലില്ല. അപ്പൊ തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ. അപ്പൊ അല്ല, ഒന്നും ആയിക്കൂടെ, ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ, ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളിക്കാരനോട് വലിയ സംസാരമൊക്കെ ആയിരുന്നു. എന്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, എന്റെ കൂടെ നിൽക്കുക, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ കൊണ്ടുപോകാം ഒക്കെ, അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, അപ്പൊ നിന്നില്ല. അപ്പോൾ അപേക്ഷ കൊടുത്തു, ഇടവേള ബാബു മോശമായി പെരുമാറി, പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അംഗത്വം കിട്ടുന്നില്ല, അതിനുശേഷം ആരെ സമീപിച്ചു? അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, ആഹാ അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ, നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകുതിരിയുടെ വാസ്ക് ഇട്ട് അടച്ചു വെച്ചോളാൻ. അങ്ങനെ വളരെ പച്ചയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. ഞങ്ങളെ ഗവനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് നിനക്ക് തരില്ല. അപ്പൊ മുകേഷിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പൊ അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സ് അന്നേരം എനിക്കൊന്നും തിരിച്ചു പറയാൻ, കാരണം അത്രയ്ക്കും സങ്കടവും ഷോക്കും എല്ലാം കൊണ്ട് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക ഞാൻ ചെയ്തത്. എനിക്ക് അതിന് ഒന്നും സത്യമായിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതെ. നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് ഞങ്ങൾ കലണ്ടർ എന്ന സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അന്നും പുള്ളിക്കാരൻ എന്നോട് ഇത് അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരൻ. താല്പര്യമാണ്, കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് വില്ലയുണ്ട്, അവിടെ വെച്ച് കാണാൻ പറ്റുമോ, എറണാകുളത്തല്ലേ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പൊ അതിലൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ്, പാലക്കാട്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല, കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോന്ന് പറഞ്ഞ് പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തന്റെ പ്രശ്നം, തന്നെ. അപ്പൊ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ, അപ്പൊ കട്ടില്ല, അപ്പൊ തൊട്ട് പുറകെ കട്ടില്ല, അപ്പൊ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. അങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴൊക്കെ അംഗത്വം കിട്ടിയോ?
ഇല്ല, കിട്ടിയില്ല, തന്നില്ല. അപ്പൊ പിന്നെ എന്നെ അമ്മ അസോസിയേഷൻ തന്നെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, മിനു സോറി കേട്ടോ, മിനു 6 സിനിമയിലേ അഭിനയിച്ചുള്ളൂ, കുറച്ചുകൂടെയൊക്കെ സിനിമ അഭിനയിക്കും, കാരണം ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല. ഞാൻ ചോദിച്ചു, അയ്യോ സാറേ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അന്നേരം പറഞ്ഞു, മുകേഷ്, മണിമ്പള രാജു, ജയസൂര്യ, ഇടവേള ബാബു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മലയാള സിനിമ ഫീൽഡ്, ഈ മലയാള ഇൻഡസ്ട്രി തന്നെ വിട്ട് ഇവിടുന്ന് പോയിക്കളയാന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെന്നൈക്ക് പോവുക ചെയ്യും. പക്ഷേ മണിയമ്പള രാജു നേരിട്ട് ബിനുവിനോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, ഈ 3 പേരുമാണ് മോശമായി പെരുമാറിയത്. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, പുള്ളിയാണ് ഭയങ്കരമായിട്ട് മണിയമ്പള രാജുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണം? മണിയമ്പള രാജുവുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പുള്ളി അല്ലല്ല, കലണ്ടർ സിനിമയിൽ ഞാൻ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അപ്പോഴെന്ത് സംഭവിച്ചു? കലണ്ടറിൽ അന്നേരം ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ തനിയെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് എന്തോ സംസാരിച്ചിട്ട് അവരെന്തോ സംതിങ് കോൺസ്പിറസി നടന്നിട്ട് പറഞ്ഞു മിനുവിന്റെ വണ്ടിയിലേക്ക്, എന്റെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പുള്ളിക്കാരനെ. അപ്പൊ പുള്ളിക്കാരൻ എന്റെ വണ്ടിയെ കയറിയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പരിചയപ്പെടുകയും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ വന്നിട്ട് ട്രാക്ക് മാറി. അപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല, പുള്ളി പറയുന്നത് കേൾക്കുന്നതല്ലാണ്ട് എനിക്ക് റൂട്ടും അറിയത്തില്ല. അന്നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ല മിനുവിന്റെ ഹസ്ബൻഡ് എവിടെയാ? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എന്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവിടെ ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്തുപോയി, കാരണം അതൊന്നും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു രാജാട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറയാം, അതെന്താ? ഞാൻ പറഞ്ഞു, അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന സിനിമ, ഡാത്തടിയ സിനിമയിൽ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാനും ഗായത്രിയായിരുന്നു ആ സിനിമയിൽ. അപ്പൊ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പൊ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോർ തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, അപ്പോൾ ഞാൻ അതിലൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല റൂമിൽ, ലാൻഡ് ഫോൺ അതിന്റെ വയറ് ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ, ഡോറിൽ മുട്ടി, അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിഖ് കപൂർ ആയിരുന്നു ഡയറക്ടർ, എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഗായത്രി കൂടെ അഭിനയിച്ചിരുന്ന ഗായത്രി വെച്ച് എന്താ മിനു പ്രശ്നം. അപ്പൊ ഞാൻ ഉള്ള കാര്യം ഗായത്രിയോട് പറഞ്ഞു. എനിക്കറിയാം എന്ന് പുള്ളിക്കാരും പറഞ്ഞു. ഓക്കെ. അതിനുശേഷം പിന്നെ സിനിമയിൽ പിന്നെ ദുരനുഭവം ഉണ്ടായോ? ആ സിനിമയിൽ ഇല്ല, ഉണ്ടായില്ല. ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറുടെ കാര്യം പറഞ്ഞു, അതാരാണ്? അത് നോബിൾ എന്ന് പറഞ്ഞ ഒരാള്. പുള്ളിക്കാരനെ എന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ടുപോവാ, ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകാ എന്ന് പറഞ്ഞു എന്നെ കാറെ കയറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് ഏതോ ഒരു ലൊക്കേഷന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു കാറിൽ ഇരിക്കുന്നുണ്ട്. പുള്ളി ഇറങ്ങിപ്പോയിട്ട് അവരുടെ അടുത്ത് എന്തോ സംസാരിച്ചിട്ട് തിരിച്ചു വന്നിച്ച് പറഞ്ഞു, മിനുവിന്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാറിൽ വന്നപ്പോൾ പുള്ളി വേറെ എന്തൊക്കെയോ ഒരു വിജനമായ റോഡ്, 2 കാടിന്റെ നടുക്ക് കൂടെ ഒരു ടാറിട്ട റോഡ്, അതിലെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി പതുക്കെ വണ്ടി ഓടി വെച്ചിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് എന്നെ മുറക്കെ ഇങ്ങനെ ശരിക്കും അങ്ങനെ ചേർത്ത് പിടിക്കത്തില്ല, ഒരു ലോക്ക് ചെയ്ത് പിടിക്കുന്ന പോലെ അങ്ങനെ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഞാൻ വിടാനല്ല പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇവിടെ എവിടേക്കോ ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേ ഞാൻ പെട്ടെന്ന് ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചാടും, കാരണം എന്നെ എങ്ങനെ പിടിച്ചിരിക്കുക, അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ അവിടെ കൊണ്ടുപോയി, ഇതിന്റെ പ്രശ്നമാകും കേട്ടോ എന്നൊക്കെ പുള്ളിക്കാരുടെ ഞാൻ പറഞ്ഞു. പുള്ളി മറക്കാർക്ക് അറിഞ്ഞ് ഞാൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് തൊട്ട് പോയേക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് അടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല, ഞാനൊക്കെ തിരിച്ച് ആ വണ്ടിയെ കയറാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പിന്നെ നോക്കിയപ്പം വന്യമൃഗങ്ങളൊക്കെ വരാൻ പറ്റുന്ന പോലെ ഒരു കാട്ടിനുള്ളിലാണ് ഞാൻ.
പിന്നെ ഇങ്ങോട്ട് തന്നെ കയറി പോകാം. ഞാൻ പിന്നെ ധൈര്യമായിട്ട് പിന്നെ ഞാൻ കാറിൽ കയറിയിരുന്നു. എന്നെ തിരിച്ചവിടെ തന്നെ കൊണ്ട് വിടുകയും ചെയ്തു പുള്ളിക്കാരൻ. ഏത് സിനിമയുടെ ഏറ്റവും വലിയ ലൊക്കേഷനിലായിരുന്നു സ്ട്രഗ്ലിംഗ് അത് ഉണ്ടായത് ബിനു? ഈ ഓർമ്മിക്കുന്നുണ്ടോ? പ്രൊഡക്ഷൻ കൺട്രോൾ നോബലിന്റെ അടുത്തു നിന്നാണ്. അതിനകത്ത് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ അല്ല മാഫിയ എന്ന ഒരാളുണ്ടല്ലേ, മാഫിയ ശശി, ആ പുള്ളിയുടെ ഒരു പടമായിരുന്നു. ഓക്കെ. സ്റ്റണ്ട് ഞങ്ങൾ മാസ്റ്റർ. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് വന്നത്, ഒരേ ഫ്ലൈറ്റാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. ഓക്കെ. പിന്നീട് ആ സിനിമയിൽ റോള് കിട്ടിയോ? ഇല്ല 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 ഇല്ല. അങ്ങനെ കാരണം മോശമായി ഇവിടെ നമ്മള് കോപ്പറേറ്റ് ചെയ്തില്ലല്ലോ നോബലിന്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ വിളിച്ചായിരുന്നേ. അങ്ങനെ വേറെ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടോ? നമ്മൾ ഈ പറഞ്ഞവരല്ലാതെ വേറെ ആരെങ്കിലും ഭാഗത്തും ദുരനുഭവം ഉണ്ടായോ മിനുവിന്? പിന്നെ വേറൊരു പ്രൊഡക്ഷൻ കൺട്രോളർ കഴിഞ്ഞ മാസം എന്നെ വിളിച്ചു പറഞ്ഞു, തിരുവനന്തപുരത്തോട്ട് പെട്ടെന്ന് വിച്ചു എന്ന് പേരുള്ള. ഞാൻ ആ പയ്യനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണെന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് ഒരു ത്രൂ ഔട്ട് റോൾ ഉണ്ട്, നല്ല ക്യാരക്ടർ, ബിന്ദു പണിക്കറിന്റെ പോലത്തെ ക്യാരക്ടറാണ് ചേച്ചി. പക്ഷേ ഉടനെ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഞങ്ങൾ ആ ക്യാരക്ടർ ചേച്ചിക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, എന്നാലേ ചേച്ചിന് അതിൽ ഇതാക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായിട്ട് വിളിച്ചായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതൊരു അവിടുത്തെ ചട്ടമാണ് അല്ലേ? സിനിമാ മേഖലയിൽ ഒരു ചട്ടം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ ശരിയാണ്. പലയിടത്തും പല പെൺകുട്ടികളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിറ്റ്നസ്സുമാണ്. ഒരുപാട് പെൺകുട്ടികളെ മിനുവിന് എപ്പോഴെങ്കിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു ഞാൻ തുറന്നു ചോദിക്കുന്നത് എനിക്കറിയാം, അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നിട്ട് അത് നമ്മുടെ ഇഷ്ടമാണ്. ആരും അങ്ങനെ അത്ര പ്രഷറൈസ് ചെയ്യാനും ചെയ്തിട്ടില്ല. എല്ലാവരും സിനിമയിൽ നിന്ന് കട്ടിയും അവര് ദേഷ്യപ്പെട്ട് നടക്കും, ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? അതെ 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 അതെ. പല സിനിമയിൽ നിന്ന് എന്നെ ലൊക്കേഷനിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കാരണം 2-3 ദിവസം അഭിനയിച്ച് കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വരവ്. അപ്പൊ അവർ നമ്മളെ റൂമിലോട്ട് വിളിക്കുമ്പോൾ ആ റൂമിൽ പോകാതിരിക്കുമ്പം പിറ്റേ ദിവസം മിനുവിന് പാക്കപ്പാണ്. മിനുവിന്റെ റോള് അടുത്ത ആഴ്ചയാണ് കേട്ടോ പൊക്കോളാൻ. പിന്നെ ആ പടം റിലീസ് ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കാര്യം നേരിട്ടറിയാം എന്ന് പറയുന്നുണ്ട്. മിനു, നമുക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ മിനു എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? അതെ അതെ. എന്തായിരിക്കും ആ സംഭവം? അത് ഒരു അമ്മയും മോളെയും ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് 2 ആഴ്ചയോളം അവരെ ലൊക്കേഷനിലോടൊന്നും കൊണ്ടുപോകാതെ റൂമിലിട്ട് എല്ലാവരും മാറി മാറി അവരെ ക്യാമറാമാനായിട്ടും ഡയറക്ടറായിട്ടും ഇങ്ങനെ മാറി ഈ അമ്മയും മോളും കൂടെ പറഞ്ഞു. അത് വൺ വേ ടിക്കറ്റിന്റെ ചിത്രീകരണ വേളയിൽ ലൊക്കേഷനിൽ ഒരു അമ്മയും മകളെയും ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ച വിവരം നേരിട്ടറിയാം. അതെ. ഈ പെൺകുട്ടിക്ക് ഇതുവരെ ഡയറക്ടറെ അന്ന് ബിപിൻ പ്രഭാകർ. അതെ, മനസ്സിലായി, ബിപിൻ പ്രഭാകർ. എനിക്ക് 18 വയസ്സോ 16 വയസ്സോ, വളരെ ചെറിയ കുട്ടിയായിരുന്നു. പക്ഷേ അത് പോക്സോ. അതെ, ബിപിൻ പ്രഭാകർ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ അവരിട്ട് കണ്ടിട്ടുമില്ല. ഞാൻ ഡയറക്ടർ ഇൻവോൾവ് അല്ല അല്ലേ? കണ്ടിട്ടില്ല. അല്ല ഇൻവോൾവ് അല്ല. ഏതോ ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ റൂമിൽ ഇട്ടേക്കുവാണ്. ഇതുവരെയായിട്ടും ഡയറക്ടറെ പോലും കണ്ടിട്ടില്ല. പിന്നെ പലരും വന്ന് അവരെ ഞാൻ ക്യാമറമാനാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ വന്ന് മിസ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാക്കൊള്ളുന്നുണ്ട്, പോകാനുള്ള 5 പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവരെ പറഞ്ഞു വിട്ടത്. പിന്നീട് ആ കുട്ടിയെയോ അമ്മയും പിന്നെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബിനു? അവർ പിന്നീട് സിനിമയിലുണ്ടോ അതോ സിനിമയിൽ നിന്ന് പോയോ അവര്? ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് രണ്ടുപേരും ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ബിനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഈ മണിയമ്പല രാജേട്ടൻ തന്നെ ഏതോ ഒരു അന്ന് കലണ്ടറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറകെ പലരെയും ഇങ്ങനെ വിളിക്കുന്നതായിട്ട് അത്രേ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും AMMയിലെ അംഗത്വം ഇല്ലല്ലോ മിനുവിന് അല്ലേ? പിന്നെ എനിക്ക് അങ്ങനെയല്ല, ഇല്ല ഇപ്പോഴില്ല, തന്നിട്ടില്ല അവര്. അപ്പൊ ഈ മുകേഷ് ഇന്നലെ പ്രതികരിക്കുന്നത് കണ്ടിട്ടാണ് താങ്കൾ ഇപ്പോൾ പ്രതികരിക്കാൻ വന്നതെന്നാണ് നേരത്തെ പറഞ്ഞത്. അതായത് ടെസ് ജോസഫുമായിട്ടുള്ള വിഷയത്തിൽ ടെസ് ജോസഫിനെ അറിയില്ല, ഞാനത് ഓർമ്മിക്കുന്നില്ല, താങ്കൾ MLA ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. മിനു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ആരുടെയെങ്കിലും പ്രേരണയാലാണോ മിനു? അല്ലല്ലോ.
ഒരിക്കലല്ല. എനിക്കും ഉണ്ടൊരു മോള്. ഞാനൊരു മകളുടെ അമ്മയായതുകൊണ്ടാണ് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു പെൺകുട്ടികൾക്ക് പോലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമാണ്. കാരണം മുകേഷ് ഇത്രയെല്ലാം വലിയ ചാമ്പ്യനാണ് നമ്മുടെ മലയാള സിനിമയിൽ. എന്നിട്ട് എനിക്കറിയില്ല ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, അത് രാഷ്ട്രീയക്കാരുടെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ ഇരച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്തും എന്ന് തീരുമാനിച്ചത്. മറ്റാരെങ്കിലും മിനുവിനോട് അവരുടെ ദുരനുഭവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രമുഖ നടനോ പ്രമുഖ താരങ്ങളോ ഏതെങ്കിലും സിനിമയിൽ നിർണായക ശേഷിയുള്ള പവർ ഗ്രൂപ്പിന്റെ ഭാഗമായ ആളുകളിൽ നിന്നോ ദുരനുഭവം നേരിട്ടവർ? ഇല്ല, കാരണം ഞാൻ ഉണ്ടായിരുന്ന ആ സമയത്ത് എല്ലാവർക്കും ഇത് പുറത്ത് പറയാൻ പേടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ഫിലിം അവർക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ ഫിലിം കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ഫിലിം ഫീൽഡിലുള്ളവരാണല്ലോ. അപ്പൊ ഞാൻ മാത്രമാണ് കേരളത്തിൽ നിന്നും ഈ മലയാള സിനിമയെ വേണ്ട എന്ന് വെച്ചാൽ ചെന്നൈയിലോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ സിനിമാ മേഖലയിൽ സജീവമാണോ മിനു? ഇപ്പൊ സജീവമല്ല. ഓക്കെ മിനു, ആ പോസ്റ്ററിനകത്തൊരു ചെറുപ്പക്കാരന്റെ പടം കാണുന്നു, അതാരാണ്? അതാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ. എന്നെ തിരുവനന്തപുരത്തോട്ട് വിളിച്ചില്ലേ, പ്രൊഡ്യൂസറിനും ഡയറക്ടർക്കും. ബിച്ചുവിന്റെ പ്രൊഫൈലാണ് താങ്കൾ ഒരു മുളു വിച്ചു ഈ ചങ്ങാതിയാണോ? എന്നെ നേരിട്ട് അടുത്തിടെ വിളിച്ചത് അല്ലേ? കഴിഞ്ഞ മാസം വിളിച്ചത്. അയാൾ വിളിച്ചെന്താ? അടുത്തിടെ വിളിച്ചത് ഒരു പ്രൊഡക്ഷൻ. എടോ തനിക്കൊരു റോളുണ്ട്, ബിന്ദു പണിക്കറിന്റെ റോൾ എടോ എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഞാനാണെങ്കിൽ 2 കുട്ടികളുടെ അമ്മയാണ്, എന്നെ പേര് വിളിച്ചൂടെ? എടോ തനിക്കൊരു റോളുണ്ട്, ബിന്ദു പണിക്കറിന്റെ റോളാ, ത്രൂ ഔട്ട് റോളാ, തനിക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ താൻ ട്രിവാൻഡ്രത്തിനൊന്ന് വരണം. ട്രിവാൻഡ്രത്ത് എന്തിനാ വരുന്നത്? ട്രിവാൻഡ്രത്ത് വന്ന് ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും കണ്ടാൽ ഞങ്ങൾ ആ റോള് തനിക്ക് അങ്ങ് ഫിക്സ് ആക്കും. ഞാൻ പറഞ്ഞു അതെ, ഈ താന് നീ എന്നുള്ള വിളിയൊക്കെ ഒന്ന് മാറ്റിട്ട് എന്റെ പേര് വിളിക്കും കേട്ടോ. അല്ല, ഞാൻ എല്ലാവരും അങ്ങനെയൊക്കെ വിളിക്കാം. എന്നെ കുറിച്ച് ചോദിച്ചു നോക്കി അറിയാം, ഇയാൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നാമതായിട്ട് എനിക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിക്ക് ഇത്ര വളരെ കോൺഫിഡൻസ് ആയിട്ട് ഒരു മുളുപ്പുമില്ലാതെ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി ഒന്ന് പോകണം എന്ന് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കനെയാണ് ആദ്യമേ പിടിച്ചു പൊക്കേണ്ടത്, വിച്ചു എന്ന് പറഞ്ഞ ചെറുക്കനെ. മിനു, ഈ വിവരങ്ങളൊക്കെ തുറന്നു പറയുന്നത് കുടുംബത്തിന്റെ അനുമതിയോടുകൂടി, ഐ മീൻ ഹസ്ബൻഡും മക്കളും ഒക്കെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണോ മിനു ഇത് തുറന്നു പറയുന്നത്? മക്കളോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് വേണോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണം, തീർച്ചയായിട്ടും വേണം. മിനു നിയമ നടപടികളിലേക്ക് പോകുമോ? ഞാനിത് പ്രതികരിക്കാൻ പോവാണ്. കാരണം അവര് തീർച്ചയായിട്ടും പോകും. ആർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നത്? ആദ്യം ഈ പ്രൊഡക്ഷൻ കാരണം എല്ലാവർക്കെതിരെയും എല്ലാവർക്കെതിരെയും കൂടെ. എന്റെ അടുത്ത് വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ആയിരുന്നല്ലോ. പക്ഷേ സെക്സ്വൽ ഹരാസ്മെന്റ് ആൻഡ് എക്സ്പ്ലോയ്റ്റ്മെന്റ് ആണല്ലോ. ഇപ്പോ മുകേഷൊക്കെ 2013 ആ കാലഘട്ടങ്ങളിൽ, മണിയമ്പിള്ള രാജു, ഇവരുടെയൊക്കെ ജയസൂര്യ, അതിന് തെളിവുകൾ എന്തെങ്കിലും കൈവശം ഉണ്ടാകുമോ മിനു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കാര്യം കേസിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരത് ചോദിക്കുമല്ലോ. ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ അത് പരാതി കൊടുക്കുവാണെങ്കിൽ ഇല്ല എന്ന് തെളിവ് കൊടുക്കേണ്ടത് ബാധ്യതയല്ല, അത് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടോ അത് തെളിയിക്കപ്പെടുമ്പോൾ? തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്കിപ്പോ ഈ പബ്ലിക്കിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയേണ്ട, എന്റെ 2 പിള്ളേരുടെ അമ്മയാണ്, എനിക്ക് പറയേണ്ട ഒരാവശ്യമില്ല. മിനുവിന്റെ ഫോണിലോ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ നടന്മാരോ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും അയച്ച മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ കാലത്ത് മൊബൈൽ ഫോൺ അത്ര ശക്തമല്ല എങ്കിൽ പോലും. അതിപ്പോ അടുത്തിടയ്ക്ക് ഈ വിച്ചു എന്ന് പറഞ്ഞ പയ്യനില്ല, ആ പയ്യൻ അയച്ച അതുണ്ട്, വാട്സപ്പ് ചാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മിനു എന്തായാലും നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതാണ് തീർച്ചയായിട്ടും. നല്ല കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാനിന്ന് ഇറങ്ങുകയാണ്. എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ജനങ്ങളെല്ലാവരും നീതിയുടെ കൂടെ നിൽക്കും. നാളെ നമ്മുടെ പിള്ളേർക്കും ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത്രയിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നടന്നിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ നടക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനിതിൽ ഇറങ്ങും. താങ്ക് യു മിനു, താങ്ക്സ് എ ലോട്ട് മിനു. തുറന്നു പറഞ്ഞതിന് കാര്യങ്ങൾ. മിനു മുനീറാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ദുരനുഭവങ്ങൾ ഒന്നൊന്നായി മിനു മുനീറാണ് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്.